പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 21 വർഷങ്ങളായി പരസ്പരം മിണ്ടാതിരുന്ന സഹോദരന്മാരിൽ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ശവമഞ്ചത്തിനടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ മുറിപൂട്ടിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഭാരത്തെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. അയാൾ എത്ര കഠിനഹൃദയനാണെന്നും എത്ര മോശപ്പെട്ടവനാണെന്നും ഒക്കെ ഈ ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മനുഷ്യൻ ആ മുറിക്കുള്ളിൽ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടാവുമല്ലോ. സ്വന്തം ചേട്ടനല്ലേ മരിച്ചു കിടക്കണത്. സ്നേഹമില്ലാഞ്ഞിട്ടായിരിക്കും. എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തുടങ്ങിയ ചെറിയൊരു വഴക്ക്, ഉള്ളിൽ നിന്നുണ്ടായ ഒരു ചെറിയൊരു വിദ്വേഷം, അതിങ്ങനെ വളർന്നിങ്ങനെ മിണ്ടാൻ പോലും പറ്റാതെ, മരിച്ച പ്രിയപ്പെട്ട ഒരാളുടെ മുഖം കാണാൻ പോലും സാധിക്കാതെ അയാളെ വലിഞ്ഞു മുറുക്കുന്നുണ്ട്. എന്തൊരു അവസ്ഥയാണെന്നേ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ തിരിച്ചു സ്നേഹിച്ചാൽ അതിലെന്ത് മേന്മയാണുള്ളത്? പാപികളും ചുങ്കക്കാരും പോലും അത് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ ഇന്നത്തെ സുവിശേഷത്തിലെ മൂർച്ചയേറിയ വാക്കുകളിൽ ഒന്ന് അതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ അവർ നമ്മെ സ്നേഹിക്കുന്ന കണക്ക് സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളതെന്നാണ് ചോദിക്കണേ. അതെല്ലാവരും ചെയ്യണ കാര്യമാണല്ലോ. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ വേദനിപ്പിക്കുമ്പോൾ, എൻ്റെ കൺമുൻപിൽ നിൽക്കുന്ന ഒരാൾ എന്നെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, തെറ്റിദ്ധരിക്കുമ്പോൾ, എന്നെ വല്ലാതെ എല്ലാവരുടെയും മുൻപിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ പോലും ഈ ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നടക്കുന്നുണ്ട് അങ്ങനത്തെ പലതും. മക്കളുടെയൊക്കെ മുൻപിൽ വെച്ച് ഇത്രയും കാലം, മക്കൾക്ക് ഏതാണ്ട് 25-30 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഈ 10-30 വർഷക്കാലവും ഇയാളുടെ കൂടെ ജീവിച്ച ഓരോ നിമിഷങ്ങളിലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ തരം താഴ്ത്തുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവിൻ്റെ കൂടെ ഒരു സ്ത്രീ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയായിരിക്കും? വിട്ടുപോകാതെ. ആ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കില്ലേ? നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയിൽ നിന്നൊരു മനുഷ്യൻ മറ്റ് തെറ്റുകളിലേക്കൊന്നും ഇടറിപ്പോവാതെ, മറ്റൊരാളിലേക്ക് മനസ്സർപ്പിക്കാതെ, ഇങ്ങനെ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ പോലും കേട്ട്, നീ ഒരു പെണ്ണിന് അടിമയായി ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള വർത്തമാനങ്ങൾ പോലും കേട്ട് ഈ മനുഷ്യൻ അവരെ ചേർത്ത് പിടിക്കുന്നത് ഇങ്ങനെയുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ലേ? എത്രമാത്രം തെറ്റിപ്പോയിട്ടും എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും തിരിച്ചു വരാത്ത തൻ്റെ മക്കളെ ഒരു കാരണവശാലും മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത മാതാപിതാക്കൾ, എൻ്റെ മക്കളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ചൂടാകുന്ന മാതാപിതാക്കൾ, അവർ ചെയ്യണത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത് ഈ മക്കളോട് ഒരു തരി പോലും ദേഷ്യം കാണിക്കാതെ അവരിങ്ങനെ ചേർത്ത് പിടിക്കണത് ഈ പറഞ്ഞ സ്നേഹം കൊണ്ടായിരിക്കില്ലേ? ഇങ്ങനെ കുടുംബം എടുത്ത് നോക്കിക്കോ. ഒരുപാട് ഇത് നമ്മളെ വെറുക്കുന്നവരെ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ ഒരു വാക്കുപോലും പരാതി പറയാതെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് വേണം കർത്താവിൻ്റെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ച് കേൾക്കാനായിട്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കാനാണെങ്കിൽ അതിലെന്ത് മേന്മയാണുള്ളത്? കർത്താവ് ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെയൊക്കെ മേന്മയുള്ള സ്നേഹമാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു ഡിമാൻഡ് വെച്ചുള്ള സ്നേഹമല്ല, ഒരു കണക്ക് വെച്ചിട്ടുള്ള സ്നേഹമല്ല, പരാതി പറയണ സ്നേഹമല്ല. മേന്മയുള്ള സ്നേഹം, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന സ്നേഹം, ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിച്ചു പോകുന്ന സ്നേഹം കുടുംബത്തിൽ പറ്റാതെ പോകുന്നുണ്ടല്ലോ പലപ്പോഴും. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിൻ്റെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് ആശീർവദിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. അന്ത്യത്താഴവേളയിൽ അവൻ തൻ്റെ ശരീരം മുറിച്ച് വിളമ്പുന്നത് ആർക്കൊക്കെയാണെന്നൊന്ന് നോക്കണം. നാളെ തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവന് ആദ്യത്തെ അപ്പം, അതിനുശേഷം തന്നെ തള്ളിപ്പറയുന്നവനും തന്നെ ഒറ്റയ്ക്കാക്കി വിട്ട് ഓടിപ്പോകുന്നവർക്കും ഒരു പരാതിയും പറയാതെ, ഞാൻ ഇത്രയും സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞ് കണക്ക് വയ്ക്കാതെ സ്വന്തം ജീവനിങ്ങനെ മുറിച്ചു നൽകുന്ന വിശുദ്ധമായ സ്നേഹത്തെക്കുറിച്ചാണ്, മേന്മയുള്ള സ്നേഹത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെങ്കിലും അതുണ്ടാവേണ്ടേ തന്നെ. പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അവർക്ക് കുറ്റങ്ങളുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ, എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് ഇങ്ങനെ പരാതി പറയാതെ ചേർത്ത് പിടിച്ച്
ഇനി എന്നാണ് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, അവിശുദ്ധമായ സ്നേഹം പഠിച്ചു തുടങ്ങുന്നത്? കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന വലിയ അപേക്ഷയോടുകൂടെ അവിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് സ്നേഹം തന്നെയായ കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് വചനത്തിലൂടെ നമ്മോട് അരുൾ ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, വെറുതെ അല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. എൻ്റെ സ്നേഹം കർത്താവിൻ്റേത് കണക്ക് വിശുദ്ധമായ, പരാതികളില്ലാത്ത, കണക്ക് വയ്ക്കാത്ത സ്നേഹമാണോ എന്ന് ആലോചിച്ചുറപ്പിച്ചിട്ട് വേണം ഇന്ന് ഉറക്കത്തിലേക്ക് പോകാൻ. സ്വർഗം തൻ്റെ വിശുദ്ധമായ സ്നേഹം കൊണ്ട് നമ്മളെ ആശീർവദിക്കുമാറാവും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.